ശശികല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇപ്പോൾ കേരളത്തിൽ മതവിദ്വേഷം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രധാനമായിട്ടും അവർ ഹിന്ദുക്കളെ വളർത്താനാന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഹിന്ദു വളരുമല്ല ചെയ്യുന്നത്. ഒരു സാമൂഹികമായ ഒരു ഐക്യത്തെ തകർത്തുകൊണ്ട് വിഷം ചീറ്റുക എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ എന്തുവാ ഈ എപ്പോഴും ബൈബിളിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞും ക്രിസ്ത്യാനികളെ വിമർശിക്കാൻ ഇവർക്കെന്താ അധികാരം? ഇവർക്ക് അധികാരമുണ്ടോ ഇങ്ങനെ ബൈബിളിനെ കുറിച്ച് പറയാനും ക്രൈസ്തവരെ കുറിച്ച് പറയാനും ക്രൈസ്തവരെ വിമർശിക്കാനും? ഇതുപോലെ ക്രിസ്ത്യാനികളാരും ഒരു ഹിന്ദുക്കളെ എതിർത്തുകൊണ്ടോ അല്ല ഒരു മുസ്ലിമോ വരുന്നില്ലല്ലോ. ഇവിടെ എന്താണ് ഇവർ ഇത്രയും ജാതി ഇങ്ങനെ വിഷം ചീറ്റിയിട്ട് ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാത്തത്? ആട്ടെ, ഇവർ ക്രൈസ്തവ ചരിത്രം കേരളത്തിൽ വന്നതും ഇങ്ങനെ ഒത്തിരി ഇവരെ എന്തുവാ ജാതിപരമായിട്ട് ഒരുപാട് പേരെ മതം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ക്രൈസ്തവരെക്കുറിച്ച് പറയുകയാണ്. ഇവർക്കറിയാലോ നമ്മുടെ കേരളത്തിലെ അവസ്ഥ പണ്ട് എന്തായിരുന്നു. ശരിക്കും ആര്യന്മാരൊക്കെ വന്നല്ലേ ഹൈന്ദവ മതത്തിലേക്ക് വന്നത്. ഇവിടുത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ദ്രാവിഡർ ആയിരുന്നു. ഈ ദ്രാവിഡരെന്ന് പറയുമ്പോഴും എന്താണ് പിന്നോക്കം നിൽക്കുന്നവർ തന്നെയാണ് സമൂഹത്തിൽ അന്ന് കൽപ്പിക്കപ്പെട്ടത്. കാരണം തൊഴിലിൻ്റെ പേരിലാണ് ആദ്യം കേരളത്തിൽ പല തട്ടുകളായി തിരിച്ചത്. ഒരേ വിഭാഗം ജനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ തൊഴിലിൻ്റെ പേരിലാണ് അവരെ തിരിച്ചത്. അങ്ങനെ ചില തൊഴിൽ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നവരും എല്ലാം വലിയ ഇതായതും മണ്ണിൽ പണിയുന്നവരും അതുപോലെ ചെറിയ 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 തൊഴിലുകളിൽ ഏർപ്പെട്ടവരെ എല്ലാം ശൂദ്രരൊക്കെ, പിന്നെ കച്ചവടം ചെയ്യുന്നവരെ വൈശ്യരായിട്ട്, അങ്ങനെ തൊഴിലിൻ്റെ പേരിലാണ് കേരളത്തിൽ ആദ്യം പല ഘട്ടങ്ങളായി പല തട്ടുകളായിട്ട് മാറിയത്. അതിന് ശേഷം ഇവിടെ ആ പിന്നോക്കം നിൽക്കുന്നവർ, അതായത് ഈ ക്ഷേത്രത്തിൽ പോലും നമുക്കറിയാം ആദിവാസികൾ ഈ ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ വരെ അല്ലേ, നായന്മാരുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ശരിക്കും അവരുടെ സ്ത്രീകൾക്ക് ഉള്ള ഒരു ജീവിതം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പുരുഷന് അവൻ്റെ ഭാര്യയുടെ അടുത്ത് യഥേഷ്ടം നടക്കാനോ ഒരുമിച്ചൊരു കുടുംബജീവിതമൊന്നുമില്ല. അവൻ്റെ വീട്ടിൽ അവൻ നിന്ന് അമ്മാവനായിട്ട് അങ്ങനെ മരുമക്കത്തായം ഒക്കെയായിരുന്നു കേരളത്തിൽ. അത് നായരുടെയൊക്കെ ഇടയിൽ, അങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിലായിരുന്നു. പക്ഷേ അന്നത്തെ പിന്നോക്കക്കാർ, മണ്ണിൽ പണിയുന്ന മണ്ണിൻ്റെ മക്കൾ